അനിൽ ദേശ്മുഖ് NCP നേതാവ്. വളരെ വൈകാരികമായാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. ഒന്ന് കേൾക്കാം. आधुनिक ഇല്ല, പറയാനൊന്നും സംസാരിക്കാനാകുന്നില്ല. വളരെ വൈകാരികമായിട്ട് അദ്ദേഹം ഇതിലൂടെ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റിയാക്ഷൻ, അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെയാണ്. നേതാക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നു പല കോണുകളിൽ നിന്നും. അജിത് ദാദയുടെ മരണത്തിൽ ബി ബാലുഗോപാൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ബാലു, 66 വയസ്സെന്നുള്ള പ്രായം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 66 വയസ്സുള്ള സജീവമായിരുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വിയോഗം എന്ന് പറയുന്നത് അകാല മൃത്യു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇനിയും എത്ര കാലം സജീവമായിരിക്കേണ്ടതാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ അദ്ദേഹത്തെ അലട്ടുകയും അങ്ങനെയുള്ള വിവരങ്ങളൊന്നും തന്നെ ഇല്ല. 66 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിക്കുമെന്ന് പറയുമ്പോൾ അത് അകാലമായി സംഭവിച്ച മരണം അങ്ങനെ. കാരണം ഇനിയും എത്രയോ നാൾ അദ്ദേഹം സജീവമായിരിക്കേണ്ടതായിരുന്നു രാഷ്ട്രീയത്തിൽ. ഇന്നും അതായത് ആ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്നും ഈ യാത്രയ്ക്കിടയിലും അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് എത്താനുള്ള സ്ഥലമെന്ന് പറയുന്നതും അങ്ങനെ അതിൽ സജീവമായിരിക്കാനുള്ള ഒരു നീക്കത്തിനിടയിലാണ്, യാത്രയ്ക്കിടയിലാണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. അതിനിടയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. തീർച്ചയായും ഈ അപകടം തികച്ചും ഞെട്ടിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഒരു അപകടം തന്നെയാണ്. അപകടം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയും. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇനിയും ഒട്ടേറെ പടവുകൾ കടന്നു വരാനുള്ള, മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഒട്ടേറെ നേട്ടങ്ങളും മറ്റും കരസ്ഥമാക്കേണ്ടിയിരുന്ന ഒരു നേതാവായിരുന്നു അജിത് പവാർ. അജിത് പവാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഘട്ടത്തിലൂടെയായിരുന്നു അദ്ദേഹം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. സ്വന്തം അമ്മാവനുമായി അദ്ദേഹം തെറ്റിപ്പിരിഞ്ഞ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയിരുന്നു. ആ പാർട്ടികൾ തമ്മിലുള്ള ഒരു യോജിപ്പ് അല്ലെങ്കിൽ ഒരു ഐക്യത്തിൻ്റെ കാഹളം മുഴങ്ങിയിരുന്ന സമയത്താണ് തികച്ചും അവിചാരിതമായി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഈ മരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ അജിത് പവാറിൻ്റെ മിക്ക കുടുംബാംഗങ്ങളും ഡൽഹിയിലായിരുന്നു. അജിത് പവാർ ആകട്ടെ ബോംബെയിലായിരുന്നു. അദ്ദേഹം മുംബൈയിൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് യോഗത്തിലും അജിത് പവാർ പങ്കെടുത്തിരുന്നു. ഇന്ന് ഒറ്റ ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് അദ്ദേഹം ബാരാമതിയിലേക്ക് പോയിരുന്നത്. അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ, മകൻ പാർത്ഥ പവാർ, അതുപോലെ തന്നെ സുപ്രിയ സുലെ എന്നിവർ ഡൽഹിയിലായിരുന്നു. ഈ 3 പേരും NCPയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ പ്രഫുൽ പട്ടേലും അല്പസമയം മുമ്പ് അവർ ഡൽഹിയിൽ നിന്ന് ബാരാമതിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 12 മണിയോടുകൂടി ഇവർ ബാരാമതിയിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുവരെ ഈ അജിത് പവാറിന്റെ മൃതദേഹം അത് ബാരാമതിയിലെ ആശുപത്രിയിൽ തന്നെ വയ്ക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ളവരും സമയത്തിനകം തന്നെ ബന്ധുക്കളൊക്കെ എത്തുന്ന സമയം ഉൾപ്പെടെ അതിന്റെ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയാണ് ബാലു നൽകുന്ന വിശദാംശങ്ങൾ. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാന ദുരന്തത്തിൽ അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒപ്പം തന്നെ 4 പേരുണ്ടായിരുന്നു. 5 പേരുടെയും മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന നേതാവിനെയാണ് ഇപ്പോൾ രാജ്യത്തിന് നഷ്ടപ്പെടുന്നത്.